മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടി പ്രതിയായ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് SFIO. ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ച് ഈ അഴിമതി ആസൂത്രണം ചെയ്തത് വീണയുടെ നേതൃത്വത്തിലാണ് എന്ന ആരോപണമാണ് കുറ്റപത്രത്തിലുള്ളത്. എന്താണ് സാർ ഇതേക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും? അതിൽ ഇപ്പോൾ വീണയ്ക്ക് മാത്രമാണ് അതിൽ ആ കമ്പനിയിൽ പങ്കാളിത്തം ഉള്ളത്. ഇതിനകത്ത് മറ്റാർക്കും ഇല്ലെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് വഞ്ചനാകുറ്റവും ചുമത്തിയിട്ടുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ. ആണ്. അപ്പം പ്രതിമാസം 5 ലക്ഷം രൂപ വരെയാണ് അല്ലേ വീണയുടെ അക്കൗണ്ടിലേക്ക്. സേവനം ഒന്നും തന്നെ. അതുപോലെ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് 3 ലക്ഷം രൂപ വന്നു പറയുന്നു. അപ്പോൾ ഒരു സേവനവും കൈമാറിയതായിട്ട് ഈ വീണയ്ക്കോ വാങ്ങിയതായിട്ട് മറ്റേ സ്വകാര്യ കമ്പനിക്കോ തെളിയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് പിന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പിന്നെ തെറ്റിലേക്കാണ് കാര്യങ്ങൾ മാറിയിട്ടിരിക്കുന്നത്. ചിത്രം മാറുകയാണ്. അപ്പം വീണയുടെ ഉടമസ്ഥതയിൽ തന്നെയാണ് ഈ സ്ഥാപനം. വീണയ്ക്ക് മാത്രമേ അതിൽ പങ്കുള്ളൂ, അല്ലാതെ വേറെ ആർക്കും തന്നെ ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ എക്സാലോജിക്കിന്റെ ആത്മാവും പരമാത്മാവും വീണയാണ്. അപ്പോൾ ഇതിനി എങ്ങനെ പോകുമെന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഇതിനകത്തിനിയും പലതരത്തിലുള്ള അന്വേഷണവും കാര്യങ്ങളിലേക്കും ഒക്കെ പോകേണ്ടിയിരിക്കുന്നു. ED ഇപ്പം അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണല്ലോ. കുറ്റപത്രത്തിന്റെ പകർപ്പ് വാങ്ങിച്ചു. അതുപോലെ മറ്റ് വിശദമായിട്ട് ഈ വീണയുടെ മൊഴി, വീണയും മറ്റുള്ളവരും കൊടുത്തിരിക്കുന്ന മൊഴിയുടെയൊക്കെ പകർപ്പ് വാങ്ങാൻ അപേക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ EDയുടെ അന്വേഷണം വളരെ കാര്യക്ഷമമായിട്ടൊരു വശത്ത് പോവും. പിന്നെ വിദേശത്ത് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നും അവിടെ പണം ഉണ്ടെന്നും ഒക്കെയുള്ള പരാതിയും ഉപഹർജിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിന്മേലും EDക്ക് അന്വേഷിക്കാം. കാരണം EDക്ക് അത് ഈ പറയുന്നത് പോലെ വിദേശത്തെ കാര്യങ്ങൾ EDക്ക് നേരിട്ട് അങ്ങ് അന്വേഷിക്കാം. ഇതിനകത്ത് എന്തായാലും ഇത് വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നു. നോക്കൂ, പിണറായി അല്ലേ, പിണറായിയുടെ കേസ് തന്നെ നമുക്കറിയാവുന്നതല്ലേ. എത്രയോ തവണയായിട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. 38 തവണയോ 40 തവണയോ കണ്ടോ ആയില്ലേ. പക്ഷെ സാർ അത് നിയമപരമായ നടപടിക്രമങ്ങൾ. ഇവിടെ പക്ഷെ ഇതിനെ സംബന്ധിക്കുന്ന ഈ വിവരങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് പുറത്തു വരുന്നത് അതെ പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവിക്ക് അത് ദോഷം ചെയ്യില്ലേ? അത് ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് ഇത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണല്ലോ ഇപ്പൊ വീണ്ടും ഇത് വന്നിരിക്കുന്നത്. അതെ, ഇടയ്ക്ക് 2021 അധികാരത്തിൽ വന്ന് കഴിഞ്ഞ് പിന്നീടാണ് ഇതെല്ലാം അങ്ങോട്ട് കൂടുതൽ ചുരുളഴിയൊക്കെ ചെയ്യുന്നത്. സ്വപ്നയും അല്ലേ, പിന്നെ ഇത് അല്ല, സ്വർണ്ണക്കടത്ത് കേസ് ഒരു വശത്ത് നിൽക്കുന്നു. ആ സ്വർണ്ണക്കടത്ത് കേസ് 1ാം പിണറായി സർക്കാരിന്റെ അവസാന നാളുകളിലാണ് അത് ഉണ്ടായത്. പക്ഷെ അതിനുശേഷം ഈ 21 അദ്ദേഹം തുടർഭരണം നേടിയതിനു ശേഷമാണ് ഈ 23-24 ഇത്തരം സംഭവങ്ങളൊക്കെ ഇതെല്ലാം വന്നത് 2021 ശേഷമാണല്ലോ, തുടർഭരണത്തിന് ശേഷമാണ്. അപ്പോൾ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്തുമായിരിക്കും? ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഇതെല്ലാം ഇനി തമസ്കരിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള തന്ത്രശാലിത്വം പിണറായിക്കുണ്ടെന്നുള്ളതാണ്. അത് ഇപ്പോൾ പല കേസുകളും മാറ്റിമറിക്കുന്നു. ഇത് വന്നിട്ട് തന്നെ കുറച്ച് നാളുകളായി. ഇപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമല്ലേ, ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്തല്ലേ ഇത് വീണ്ടും തലപൊക്കി വളരെ ശക്തമായിട്ട് വന്നു. വീണ അതിനകത്ത് കുറ്റക്കാരിയാണ് എന്നുള്ള കുറ്റപത്രത്തിലെ വിവരങ്ങളൊക്കെ രീതിയിൽ 2ാം അഡീഷണൽ സെഷൻസ് കോടതി എറണാകുളത്താണല്ലോ കൊടുത്തിരിക്കുന്നത്, കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനിപ്പോൾ ഈ EDയുടെ അന്വേഷണവും കൂടി കൂടുതൽ മുറുകുമ്പോഴാണ് ഇത് വലിയ വെല്ലുവിളിയായി മാറുക രാഷ്ട്രീയമായിട്ട്. അതൊക്കെ ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഇത് തന്ത്രപൂർവ്വം ഇത് കൊണ്ടുപോകും. നോക്കൂ, അത് ഈ കേസ് മറികടക്കാൻ വീണ്ടും കിറ്റുകൾ ഇറങ്ങുമോ എന്നുള്ളതാണ്. അല്ല, ഇതിനെ തമസ്കരിച്ച് കൊണ്ടുപോകാനൊക്കെ ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്നതാണ്. ആ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഇപ്പൊ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി നമുക്ക് വിവരങ്ങൾ കിട്ടുകയും നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഓർത്തിരിക്കുന്നുണ്ട്. സാധാരണക്കാരെ ഇതൊക്കെ വിഷയം മറന്നുകൊണ്ടാണ് അവർ മുമ്പോട്ട് അവരുടെ ബാധിക്കുന്ന വിഷയങ്ങൾ, വിലക്കയറ്റം, അങ്ങനെ തുടങ്ങി ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് അവരെ ബാധിക്കുന്നത്. വീണ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എനിക്കെന്ത് പ്രയോജനം എന്നുള്ള രീതിയിലല്ലേ നോക്കത്തുള്ളൂ. എന്ത് കാര്യം? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവനോപാധിയായിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അല്ലാതെ പിന്നെ ഇവിടെ വീണ ഇത് ചെയ്തോ, പിണറായി അറസ്റ്റ് ചെയ്തോ, ഇതൊന്നും അവർക്കറിയേണ്ടതായ ഇതില്ലെന്നുള്ളതാണ്. എപ്പോഴും സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളല്ലേ കൂടുതൽ ജനപിന്തുണയും ജനകീയതയും ലഭിക്കുന്നത്. ജനകീയ വിഷയങ്ങളായി മാറുന്നത് അത് തന്നെയാണ്.
ഇതൊക്കെ എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഈ കേസിൽ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അത് പഠിക്കാനും രാഷ്ട്രീയ പാർട്ടികൾക്കും മാധ്യമങ്ങൾക്കും ഒരു ചാകരയാണ്. ആൾക്കാർ കുറേയൊക്കെ കാണുമല്ലോ. അതെ. അപ്പോൾ അതിനെയൊക്കെ ഇതിപ്പോൾ 2026 തിരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് ഇതൊക്കെ വീണ്ടും ഇങ്ങനെ വരും, പൊങ്ങി വരും. അപ്പോൾ വീണ്ടും അതൊരു ചർച്ചയോ ആകുകയും കേസ് അതിൻ്റേതായ രീതിയിൽ മുമ്പോട്ട് പോവുകയും ഒക്കെ ചെയ്യുമെന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം സാർ വ്യക്തമാണ്, ഈ കുറ്റപത്രം അനുസരിച്ച് കുറ്റപത്രത്തിൽ പറയുന്നത് എക്സാലോജിക്കിനും വീണ തൈക്കണ്ടിക്കും മാത്രമാണ് ഈ ഇടപാടുകളിലെല്ലാം ഉത്തരവാദിത്വം, മറ്റാർക്കും അതിലില്ല എന്നൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അത് അങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുമ്പോൾ അതിനകത്ത് പിണറായിക്ക് ഒരു ബന്ധവും ഇല്ലെന്നുള്ളത് പറയുകയാണോ? അല്ല, അങ്ങനെയല്ല സാർ. അതിനകത്ത് അതായത് ഈ കമ്പനിയുടെ നടത്തിപ്പ് പരിപൂർണമായിട്ടും വീണയ്ക്കാണ്. ഇതിനകത്ത് വേറെ പാർട്ട്നേഴ്സ് ഒന്നുമില്ല, പങ്കാളികളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും വീണ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വീണയുടെ അച്ഛനായ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനിലേക്കാണ്. വേറൊരു പാർട്ട്ണർ ഉണ്ടെങ്കിലാണല്ലോ അല്ല പിണറായിയെ, എന്നാലും അത് ബാധിക്കും. ഇപ്പൊ കേസ് മുറുകി പോകുന്നു, അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിനെയൊക്കെ ബാധിക്കും. ആ സമയത്ത് പാർട്ടിക്കും അത് ബാധകമായിരിക്കും എന്നുള്ളതാണ്. ഈ അറസ്റ്റോ മറ്റോ ഒക്കെ നടക്കുകയാണെങ്കിൽ അത് വലിയ പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം കുറെ നാളുകളായിട്ട് നമ്മൾ കേൾക്കുകയാണല്ലോ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെതിരെയുള്ള ഈ സംഭവ പരമ്പരകളൊക്കെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും അവരും അതിനകത്ത് പിടിവീടുന്ന കാര്യവുമാണ്. അതിൻ്റെ ദോഷഫലങ്ങൾ പാർട്ടിയും അനുഭവിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ പാർട്ടി പ്രതിരോധിച്ച് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മളെ ബോധപൂർവം കുരുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാണല്ലോ. അതെ, അങ്ങനെയാണ് അവരുടെ ഒരു പതിവ് പല്ലവിയാണെന്നുള്ളതാണ്. എന്തായാലും ഈ എക്സാലോജിക്കും വീണയും SFIOയുടെ അന്വേഷണവും ഇതിനെ തുടർന്നിപ്പോൾ ED ആരംഭിക്കാനിരിക്കുന്ന അന്വേഷണവും എല്ലാം കൂടെ ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. ഇത് ഒരു നമ്മൾ വിചാരിക്കുന്നത് പോലെ വീണ ഒരു ചെറിയ മീനല്ല എന്നുള്ളതാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ കൂടുതൽ വിവരങ്ങൾ, ഈ കുറ്റപത്രത്തിൻ്റെ വിവരങ്ങൾ പരിപൂർണമായിട്ടും പുറത്തു വരുന്നില്ല. ആ പരിപൂർണമായിട്ടും പുറത്തു വന്നാൽ മാത്രമേ, ഇപ്പോൾ ഒരു കമ്പനി, ഒരു സ്വകാര്യ കമ്പനി മറ്റൊരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് സേവനം വാങ്ങുന്നു, അതിന് പണം നൽകുന്നു. ഇത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ നിങ്ങൾ എന്ത് സേവനം നൽകി, എന്തിനാണ് നിങ്ങൾ പണം കൊടുത്തത്, ഈ നിങ്ങൾ പണം കൊടുത്തതിനനുസരിച്ചുള്ള സേവനം ലഭ്യമായോ എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. അവിടെയാണ് ഇതിനകത്ത് അഴിമതി അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചുള്ള കള്ളപ്പണം വെളുപ്പിക്കലാണോ എന്നൊക്കെയുള്ള ചോദ്യം ഉയരുന്നതും അതിന് ഉത്തരം കിട്ടേണ്ടതും. ഇതൊരു വലിയ കീറാമുട്ടിയാണിത്. അത് നമ്മളെ സംബന്ധിച്ച് കൂടുതൽ അതിനെ സംബന്ധിച്ച ഈ ED അന്വേഷണം കൂടി വരുമ്പോൾ ഇതിനെന്തെങ്കിലും വിദേശ ബന്ധമുണ്ടോ, ഈ വൈദേശികമായിട്ടുള്ള ഈ വിദേശ ബാങ്കിലെ അക്കൗണ്ടുകൾ, അതിലേക്ക് വന്നിരിക്കുന്ന പണം, ഈ പറയുന്നത് പോലെ ഷോൺ ജോർജ് കൊടുത്തിരിക്കുന്ന ഈ ഹർജിയുടെ കൂടെ ഒരു ഉപഹർജി കൊടുത്തിട്ടുണ്ട്. ഈ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ ഇടപാടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം, അപ്പോൾ വീണയ്ക്ക് എക്സാലോജിക്കിന് വിദേശത്ത് എന്തെങ്കിലും ഇടപാടുണ്ടായിരുന്നോ? കാരണം വിദേശത്ത് എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിലാണല്ലോ പണം അവിടെ വരുന്നത്. എന്തിനാണ് അവിടെ ആ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയത്? ഇങ്ങനെയൊക്കെയുള്ള ധാരാളം വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. അത് കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ കല്ലും നെല്ലും തിരിയുള്ളൂ. അങ്ങനെ തിരിഞ്ഞാൽ മാത്രമേ കേസ് മുന്നോട്ട് പോകുള്ളൂ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.